മുസ്ലിം ലീഗിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമാണ്. മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചു. മലപ്പുറത്തു നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം കുറിച്ച് മറ്റു ജില്ലകൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ആലോചന. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മലപ്പുറത്തു നിന്ന് മന്ത്രിമാരുടെ എണ്ണം 2 ചുരുക്കും. കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകാൻ ശ്രമിക്കും. മത്സരിച്ച മുഴുവൻ പേരും വിജയിച്ച കോഴിക്കോടിന് ലീഗ് മന്ത്രി ഉറപ്പ്. KM ഷാജിയെ മന്ത്രിയാക്കുന്നതിലൂടെ വയനാട് പ്രാതിനിധ്യവും ലീഗിന് ഉറപ്പിക്കാനാകും. പാലക്കാടിന് N ഷംസുദ്ദീൻ, കോഴിക്കോടിന് പാറക്കൽ അബ്ദുള്ള, കാസർഗോഡിന് കല്ലട്ര മൈൻ ഹാജി അല്ലെങ്കിൽ AK അഷ്റഫ് എന്നിങ്ങനെയാകും പരിഗണന. മന്ത്രിപദത്തെ ചൊല്ലി നിയുക്ത ലീഗ് MLA-മാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. പാർട്ടി നേതൃത്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ നേതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നണിയുമായി സംസാരിക്കുക, മുന്നണി നേതൃത്വമായി, കോൺഗ്രസിന്റെ നേതൃത്വമായി സംസാരിക്കുക. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാണക്കാട് തങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, അത് തന്നെയാണ് പ്രധാനം. AK അഷ്റഫ്, മഞ്ഞളാം കുഴിയലി തുടങ്ങിയ നേതാക്കൾ ഇന്ന് പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ നിയുക്ത മന്ത്രി PK ബഷീറിന് അഭിവാദ്യങ്ങൾ എന്ന വാചകങ്ങളോടെ ഏറനാട് അരീക്കോട് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. അതേസമയം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെന്ന് KK രമ പറഞ്ഞു. പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കും. ഒഫീഷ്യലായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു KK രമയുടെ പ്രതികരണം. പാണക്കാട്ട് തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തർക്കങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ മന്ത്രിതല ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. മുഹമ്മദ് അർഷാഖിനൊപ്പം പാണക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.